ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് കവറുകൾ വെച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കവറിന്റെ അടിവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതിന്റെ ഇവിടെയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ടെണ്ണം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് വെച്ച് പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ ഈർക്കളി എടുത്തിട്ടുണ്ട്, കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈർക്കളി ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഈർക്കളി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ പെയിന്റ് ചെയ്തെടുക്കണം. ഇതിൽ കൊടുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 കളർ പെയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പൂക്കൾ നമുക്ക് പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വെച്ചും വേണമെങ്കിൽ ചെയ്തെടുക്കാം. കളറുള്ള പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ട്രാൻസ്പെറന്റ് കവറുകൾ ഒരുപാട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ അത് പൂക്കളാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് കളർ പെയിന്റും കൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഈർക്കളിയിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കണം. ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുക്കണം. വീണ്ടും നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഈ ഒരു ഭാഗം വിടർത്തി കൊടുത്ത് ശരിയാക്കി എടുക്കാം. ഫ്ലവറിന്റെ അരികിലൂടെ നമുക്ക് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക് കവർ കീറിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. സിമ്പിൾ അല്ല നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. അപ്പൊ ഇനി ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് കവറുകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആരും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ യെല്ലോ കളർ പെയിന്റും വൈറ്റ് കളർ പെയിന്റും കൂടെയാണ് കൊടുത്തെടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്ലവറിന്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുത്താലും മതി. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്ത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ അതിൽ ചുറ്റി കൊടുക്കാം. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 2 പൂക്കളുടെ തണ്ടിൽ നമ്മൾ ഇതുപോലെ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കണം. ഫ്ലവറിന്റെ നടുക്കായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഫ്ലവറിന്റെ നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 ഫ്ലവറിന്റെ നടുക്കും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരുപാട് ട്രാൻസ്പെറന്റ് കവറുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പൊ ഇനി ആരും ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊന്നും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലുള്ള ഇലയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ പേപ്പർ ഗ്ലാസുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പേപ്പർ ഗ്ലാസുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈസും കൂടെ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കാം. നമ്മളിവിടെ ഇതിൽ പെയിന്റ് ഒന്നും കൊടുത്തെടുക്കുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ ലൈസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകൾ നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഇലകളെല്ലാം ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പേപ്പർ ഗ്ലാസ്സിന് ചുറ്റുമായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. പേപ്പർ ഗ്ലാസ്സിന് ചുറ്റും നമ്മളത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളും പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്.
നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവറുകൾ വെച്ചാണ് നമ്മൾ ഈ പൂക്കളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.